أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകളെ മാനിക്കുകയും അവന്റെ നിരോധനങ്ങളെ വെടിയുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അതിനുള്ള കഴിവും തൗഫീഖും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യാരംഭം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹിദായത്തിന് വേണ്ടി ചില സംവിധാനങ്ങൾ ഭൂമിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ കൈകളിലുള്ള വേദഗ്രന്ഥങ്ങളെയും നൽകുക എന്നത്. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ പ്രവാചകനായത് യാദൃച്ഛികമല്ല, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മുഴുവൻ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരിൽ പലർക്കും അള്ളാഹു വേദഗ്രന്ഥം നൽകി, കിതാബ് നൽകി, ചിലർക്ക് അള്ളാഹു ഏടുകൾ നൽകി. മറ്റു ചില പ്രവാചകന്മാരെ അതിനു മുമ്പ് വന്ന കിതാബുകളുടെയും ഏടുകളെയും ഒക്കെ പ്രചാരകന്മാരും പ്രബോധകന്മാരുമാക്കി വെച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിക്കുന്നതിനും വ്യക്തമാക്കി മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹു അവന്റെ മുർസലുകളെ അയച്ചു ഭൂമിയിലേക്ക്. വഅൻസൽനാ മഅഹുൽ കിതാബ, അവരുടെ കൂടെ തന്നെ വേദഗ്രന്ഥവും അള്ളാഹു കൊടുത്തയച്ചു. ലോകത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യ സമൂഹത്തെയും എടുത്താൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിട്ടുള്ളത്. ലോകത്തിലെ മുഴുവൻ മനുഷ്യ രാശിയുടെയും ചരിത്രമെടുത്താൽ ഈ രണ്ടാമതൊരു വിഭാഗമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകനെയും ആ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഗ്രന്ഥങ്ങളെയും സ്വീകരിക്കുകയും ജീവിത വഴിയായി അംഗീകരിക്കുകയും ചെയ്ത ഒരു വിഭാഗം. അവരെ നമ്മൾ വിശ്വാസികൾ എന്ന് പറയും. മുഅ്മിനുകളാണ്, സ്വർഗാവകാശികളാണ് എന്ന് എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മുസ്ലിമ മാത്രമല്ല മുഴുവൻ പ്രവാചകന്മാരുടെ കാലത്തും അങ്ങനെ ഒരു വിഭാഗം ഏറിയോ കുറഞ്ഞോ, ആളുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതൊരു വിഭാഗം, ഒരുപക്ഷെ അവരായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. ഈ വേദഗ്രന്ഥങ്ങളെയും ആ വേദഗ്രന്ഥങ്ങളുടെ പ്രചാരകന്മാരായിരുന്ന പ്രവാചകന്മാരെയും തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്ത ഒരു വിഭാഗം. ഇങ്ങനെ രണ്ടാമതൊരു വിഭാഗം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത് രണ്ടിലും പെടാത്ത ഒരു വിഭാഗത്തെ ഖുർആൻ എവിടെയും പരിചയപ്പെടുത്തുന്നില്ല. പരിചയപ്പെടുത്തുന്നുണ്ട്, അവരെ പരിചയപ്പെടുത്തുന്നത് മുനാഫിഖുകൾ എന്ന് പറഞ്ഞിട്ടാണ്. വിശ്വാസത്തിൽ ഉണ്ട് എന്ന് വാദിക്കുകയും എന്നാൽ യാഥാർത്ഥ്യമായ വിശ്വാസത്തോടു കൂടി ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പതിതരാക്കപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് പിന്നീട് അവരെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വേദഗ്രന്ഥത്തെ സ്വീകരിക്കുന്ന സമൂഹങ്ങൾ, ആ ഒരു സമൂഹത്തിൽ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് നമ്മൾ. മുൻപൊരിക്കൽ ഞാനത് സൂചിപ്പിച്ചതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ വിശദീകരിച്ച കൂട്ടത്തിൽ നമ്മളത് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ നമുക്ക് ലഭിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ കാലഘട്ടത്തിലെയും വേദഗ്രന്ഥങ്ങളെ ഏറ്റുവാങ്ങിയ സമൂഹം എന്ന രീതിയിൽ മുസ്ലിമീന മിൻ ഖബ്ൽ വഫീ ഹാദാ,
അങ്ങനെ വേദഗ്രന്ഥങ്ങളെ നെഞ്ചേറ്റു വാങ്ങിയ സമൂഹത്തിന് അള്ളാഹു വിളിച്ച പേരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. മിൻ ഖബലു വഫി ഹാദ, മുമ്പും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഖുർആൻ നെഞ്ചേറ്റു വാങ്ങിയ സമൂഹത്തിന്റെ പേരാണ് മുസ്ലിങ്ങൾ. അപ്പൊ ഖുർആൻ നെഞ്ചേറ്റു വാങ്ങാത്ത, സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തു വാങ്ങാത്ത ആളുകളെ വേറെന്താ പേര് വിളിക്കാന്ന് അല്ലാഹു അലം. അത് അല്ലാഹ് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വകദാലിക ഔഹൈന ഇലൈക റൂഹം മിൻ ഇൻദിന, നമ്മുടെ റൂഹിനെ നാം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ റൂഹാണ് ഖുർആൻ. മനുഷ്യനെ അള്ളാഹു അവന്റെ റൂഹിൽ നിന്ന് ഊതി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പടച്ചവന്റെ ആത്മാവിന്റെ അംശം മനുഷ്യനിലേക്ക് നൽകിക്കൊണ്ടാണ് ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിക്കുന്നത്, വിടുന്നത്. അതേ റൂഹ് എന്ന് പരിചയപ്പെടുത്തിയ ഖുർആൻ മനുഷ്യ സമുദായത്തിന്റെ ഹിദായത്തിന് വേണ്ടി, ജീവനുള്ള മനുഷ്യന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യ സമുദായത്തോട് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് തന്നെ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, പരമകാരുണ്യകൻ. ആ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലമൽ ഖുർആൻ. അവൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യൻ അവൻ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, എന്നിട്ട് ആ സൃഷ്ടിപ്പിന്റെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്തു. അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവനാണ് ഖുർആൻ. മാത്രമല്ല ആ ജീവൻ ഹൃദയത്തിൽ അത് ജീവസുറ്റതായി ഒരു മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ആ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിന് ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വതറൽ ഹർള ഹാമിദതൻ, വരണ്ടുണങ്ങിയ ഭൂമിയെ നിനക്ക് കാണാം. ഇത് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ വശ്യമായ മനോഹാരിതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആയത്താണ്. ഭൂമിയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഖുർആൻ എങ്ങനെയാണ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വതറൽ ഹർള ഹാമിദതൻ, ഭൂമിയെ നിനക്ക് വരണ്ടുണങ്ങിയതായിട്ട് കാണാം. ഫൈദാ അൻസൽനാ അലൈഹിൽ മാ, ആ ഭൂമിയിലേക്ക്, വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് ഒരു ഏപ്രിൽ മെയ് മാസത്തിലെ ഒരു പാടം, ഒരു പറമ്പ് നിങ്ങളൊന്ന് നോക്കുക, മനസ്സിൽ കൊണ്ടുവരിക. ഫൈദാ അൻസൽനാ അലൈഹിൽ മാ, ആ വരണ്ടുണങ്ങിയ വിണ്ടുകീറിയ ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ചാൽ ഇഹ്തസത്ത്, അത് തുടികൊള്ളുന്നു. വറബത്, അത് പുഷ്കലമാകുന്നു. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീഷ്, കണ്ണിന് കുളിർമയുണ്ടാകുന്ന, കൗതുകമുണ്ടാകുന്ന ഇണകളായ ചെടികൾ അതിലിങ്ങനെ വളർന്നു വരുന്നു. മറ്റൊരിക്കൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ വൃത്താന്തം പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ വൃത്താന്തം ഇതാ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ, പരസ്പര സാദൃശ്യമുള്ള വാചകങ്ങളുള്ള കിതാബ്. മസാനിയ, അർത്ഥങ്ങളെ പരസ്പരം കോർത്തിണക്കിയ ഒരു ഗ്രന്ഥം. തഖ്ശഇറു മിൻ ജുലൂദില്ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അതിലൂടെ രോമാഞ്ചമണിയുന്നു. അവരുടെ തൊലി, അവരുടെ ത്വക്ക് രോമാഞ്ചം കൊള്ളുന്നു. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, പിന്നെ അവരുടെ ഹൃദയവും അവരുടെ തൊലിയും അള്ളാഹുവിലേക്ക് അങ്ങ് തരളിതമാകുന്നു, വലയം പ്രാപിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ വർഷിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് ഖുർആൻ അങ്ങ് ഇറങ്ങുന്നതോടുകൂടി വല്ലാത്ത ഒരു മാറ്റം. പല സന്ദർഭത്തിലും നമ്മൾ പറഞ്ഞതുപോലെ ആ മാറ്റത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം. ജാഹിലിയ കാലഘട്ടത്തിലെ അതേ മനുഷ്യന്മാര് ഈ സുമ്മ തലീനു ജുലൂദുഹും ഖുലൂബുഹും ഇലാ ദിക്രില്ലാ, അള്ളാഹുവിലേക്ക് അങ്ങ് വലയം പ്രാപിക്കുന്ന, തരളിതമാകുന്ന ഹൃദയങ്ങളായി മാറുന്നതിന്റെ ഉദാഹരണം. പരിശുദ്ധ ഖുർആനിന്റെ പഠനം ഓരോ തലമുറയും ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതയാണ്. നമ്മളെങ്ങനെ ഈ ഖുർആനിലേക്ക് എത്തിയത്? നമ്മുടെ മുമ്പത്തെ തലമുറ ഇത് പഠിച്ച് അതിന്റെ അർത്ഥവും അതിന്റെ വിശദാംശങ്ങളും മനസ്സിലാക്കി അവരതിനെ പകർത്തിവെച്ചു. തഫ്സീറുകളായും ഖുർആനിന്റെ പഠന ഗ്രന്ഥങ്ങളായും അതിനെ പിൻതലമുറക്ക് അവർ നൽകി. അങ്ങനെ ഖുർആനിന്റെ ആളുകളായി തലമുറയായി നമ്മുടെ കയ്യിലേക്ക് എത്തിയ ഈ ഗ്രന്ഥം, അതിനെ പഠിക്കുക എന്നത് ഓരോ തലമുറയും ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടാലൊരു വിഭാഗമേ ലോകത്തുണ്ടാകും. ഒന്നുകിൽ അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തെ പഠിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ അതിനെ പുറംകാലുകൊണ്ട് തട്ടി താഴെയിടുന്ന ഒരു വിഭാഗം. ഈ രണ്ടാലൊരു വിഭാഗമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതെന്തായാലും രണ്ടാമത്തെ വിഭാഗത്തിൽ പെടാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ പിന്നെ ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അവന്റെ റൂഹിന്റെ അംശം,
അവന്റെ നൂറ് കിതാബും മുബീൻ, വ്യക്തമായി ഈ വേദഗ്രന്ഥത്തെ പഠിക്കുക, പകർത്തുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. സുന്നത്തല്ല, ഫർള് ഐനാണ്. ഓരോ മനുഷ്യനും ചെയ്യണം. ആരെങ്കിലൊക്കെ പഠിച്ചോടെ എന്ന് വെച്ചാൽ പോരാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത സമൂഹത്തിൽ ഒരാള് പോലും പരിശുദ്ധ ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഒരാള് പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ പോയി പഠിച്ചു, ബാക്കിയുള്ളവരൊക്കെ അവരെ കേട്ട് പഠിച്ചു എന്നല്ലല്ലോ. ഓരോരുത്തരും പരിശുദ്ധ ഖുർആനിന്റെ ആ ശീതള ചായയിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് ഞങ്ങൾ വനഹനു ഫി സുഫ, പള്ളിയില് ഒരു പ്രത്യേകമായ പഠന വിഭാഗം ഉണ്ടായിരുന്നു. ആ സുഫയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ റസൂല് ഞങ്ങളോട് ചോദിച്ചു, ഫഖാല അയുഹിബ്ബു അൻ യഅദു കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ ഔ ഇലാ അഖീഖ്, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ബുത്ഹാനിലേക്കോ അഖീഖിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫയഅതി മിൻ ബിനാഖതൈനി ഖൗമാവൈൻ, എന്നിട്ട് യാതൊരു ന്യൂനതകളുമില്ലാത്ത രണ്ട് ഒട്ടകങ്ങളെ നിങ്ങൾ കൊണ്ടുവരുന്നു. ഫീ ഗൈരി ഇസ്മിൻ വലാ ഖതീ റഹ്മിൻ, ഒരു പാപവും നിങ്ങൾ ചെയ്യാതെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് രണ്ട് ഒട്ടകങ്ങളെ, ന്യൂനതകളില്ലാത്ത ഒട്ടകങ്ങൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അവരെല്ലാവരും പറഞ്ഞു, വഖുൽനാ യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. രണ്ട് ഒട്ടകത്തെ വെറുതെ കിട്ടുക എന്ന് പറഞ്ഞാൽ രാവിലെ ബുത്ഹാൻ വരെ പോകണം, അല്ലെങ്കിൽ അഖീഖ് വരെ പോകണം, കുറച്ച് ദൂരാണ്. അവിടെ പോയിട്ട് രണ്ട് ഒട്ടകങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഖാല അഫലാ യഉദു അഹദുകും ഇലൽ മസ്ജിദ്, എങ്കിൽ നിങ്ങൾ ആരെങ്കിലും രാവിലെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫയഅലമു ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജല്ല, പ്രതാപവാനായ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് രണ്ട് ആയത്ത് പഠിക്കാൻ, രണ്ട് ആയത്ത് ഓതാൻ നിങ്ങൾ തയ്യാറാണോ? ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, ആ രണ്ട് ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഗുണകരമായിട്ട് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ലഭിക്കും. വസലാസുൻ ഖൈറുൽ ലഹു മിൻ സലാസ്, മൂന്നായത്ത് പഠിച്ചാൽ മൂന്ന് ഒട്ടകം. അങ്ങനെ റസൂല് അങ്ങനെ അധികരിപ്പിച്ചു പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുക എന്നത് വിശ്വാസിയുടെ മൂല്യം വർദ്ധിക്കുന്ന കാര്യമാണ്. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞു, മൻ തഅല്ലമൽ ഖുർആന, ആരെങ്കിലും ഖുർആൻ പഠിച്ചാൽ അദ്മത്തു ഖീമത്തുഹു, അവന്റെ മൂല്യം വർദ്ധിക്കും. ഖുർആൻ പഠിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള മൂല്യമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. മറ്റൊരുക്കെ പറഞ്ഞു, അഫ്ളലുക്കും മൻ അല്ലമൽ ഖുർആന സുമ്മ മൻ തഅല്ലമൽ ഖുർആന സുമ്മ അല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ, അഫ്ളലായ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു കൊടുക്കുന്ന ആളാണ്. സാധാരണ രീതിയിൽ മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയ വളരെ അപകടകരമായ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ, ഇത് സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ പഠിച്ചാൽ മതി ഖുർആൻ. കുറെ കാലങ്ങളോളം അങ്ങനെ മാറ്റി നിർത്തി. നമ്മളെ ഖുർആനിന്റെ ഈ തീരത്ത് നിന്ന് മാറ്റി നിർത്തിയതിൽ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് തന്നെ വലിയ പങ്കുണ്ട്. കാരണം അവരാളുകളെ പഠിപ്പിച്ചു, നിങ്ങൾ അതിന്റെ അർത്ഥം പഠിക്കണ്ട, അർത്ഥം നിങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഗംഭീരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങളത് ഓതിപ്പടിച്ചാൽ മതി, തജ്വീദി നിയമങ്ങൾക്കനുസരിച്ച് അത് ഓതിപ്പടിക്കുക. എന്നിട്ട് ഞങ്ങൾ ഒരു വിഭാഗം മലഉൽ അഅല എന്ന് പറയുന്ന ഉയർന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ മാത്രം അത് പഠിച്ച് കൈകാര്യം ചെയ്യും. എന്നിട്ട് ഞങ്ങളത് വിശദീകരിച്ചു തരും നിങ്ങൾക്ക്, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഖുർആനിൽ നിന്ന് തലമുറകളെ അകറ്റി നിർത്തപ്പെട്ടു ഒരു വിഭാഗം ആളുകൾ. ഇന്നും അങ്ങനെ തന്നെയാണ് വലിയ ഒരു വിഭാഗം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഖുർആൻ പഠിക്കണം, ഖുർആനിന്റെ അർത്ഥം പഠിക്കണം എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ പഠിക്കാൻ പറ്റുമോ ഖുർആൻ? നമുക്കൊക്കെ ഇത് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ റസൂലിന്റെ സമൂഹത്തില് എത്ര ആളുകൾ ഉണ്ടായിരുന്നു, വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ. പ്രവാചകൻ തന്നെ നിരക്ഷരനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിരക്ഷരനായ പ്രവാചകന്റെ അനുയായികളിൽ 90% നിരക്ഷരരാണ്. അതുകൊണ്ടാണ് കാത്തിബീങ്ങൾ എന്ന് പറഞ്ഞ് ഖുർആൻ പകർത്തി എഴുതാനും അത് ശ്രദ്ധിക്കാനും പ്രത്യേകം ആളുകൾ തന്നെ ഏർപ്പാട് ചെയ്തതിന്റെ കാരണം സാധാരണക്കാർക്ക് അത് എഴുതാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാളോടും റസൂല് പറഞ്ഞിട്ടില്ല, നീ ഇത് പഠിക്കണ്ട, നീ ഇത് പഠിച്ചാൽ ചിലപ്പോൾ തെറ്റും, അല്ലെങ്കിൽ നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹ് ഉൾപ്പെടെയുള്ള അടിമകളോട്, അവരാണ് ഖുർആനിന്റെ വക്താക്കളായി ലോകത്ത് മാറിയത്. ഏറ്റവും ദുർബലരായ ആളുകളായിരുന്നു അള്ളാഹിന്റെ റസൂലിന്റെ ആദ്യകാല പ്രബോധിത സമൂഹം. ആ പ്രബോധിത സമൂഹമാണ് ഖുർആനിനെ പകർത്തുകയും അല്ലമൽ ഖുർആൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു,
അവരാണ് പിന്നീട് മനുഷ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തത് ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിൽ വിശ്വാസികളിൽ അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യതയാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് മറന്നു വെച്ചിട്ട് വേറെ വഴിക്ക് ജീവിക്കാൻ തുടങ്ങിയാൽ കുടുസായ ജീവിതം നൽകും. അന്ത്യദിനത്തിൽ അന്ധനായിട്ട് നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. ഖുർആൻ അറിയുന്നത് ഇവരുടെ ബാധ്യതയാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നത്. ആദ്യത്തെ മുഅല്ലിം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ മുഅല്ലിം റസൂലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് മന്നല്ലാഹു ലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു നിങ്ങളോട് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അദ്ദേഹം യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് അദ്ദേഹം ഓതിക്കേൽപ്പിച്ചു തരുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പല പ്രാവശ്യം നമ്മൾ പഠിച്ച ആയത്താണ്. അവരെ സംസ്കരിക്കുകയും വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ തുടങ്ങി വെച്ചു പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കൽ. ആ സമൂഹം മുഴുവൻ അത് പഠിച്ചു. പിന്നീട് സഹാബാക്കളും താബീകളും താബീങ്ങളും ഒക്കെയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രബോധനാർത്ഥം കടന്നുപോയ മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ ഈ കലാമ് പഠിപ്പിച്ചു. അങ്ങനെ മനുഷ്യന്മാരൊക്കെ ഖുർആൻ പഠിച്ചു. പക്ഷെ എവിടെയോ ഒരു ചരിത്രത്തിന്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ വെച്ച് അതങ്ങ് നിലച്ചുപോയി. മുസ്ലിം സമൂഹം, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഉള്ള മുസ്ലിം സമൂഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഖുർആനിൽ നിന്ന് അന്യം നിർത്തപ്പെട്ട ഒരു സമൂഹമാണ്. അവരത് തെറ്റായിട്ട് കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഗൗരവം. ഞങ്ങൾ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നില്ല, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തെറ്റായിട്ടല്ല അവർ കാണുന്നത്. ഞങ്ങളത് ചെയ്യേണ്ടതില്ല. ഞങ്ങളെ പണ്ഡിതന്മാർ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിക്കണ്ട. എന്നാ ഈ പറയുന്ന പണ്ഡിതന്മാർ പഠിച്ചോ? ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരിൽ 75% പോലും ഒരാവർത്തി പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ കെൽപ്പുള്ളവരോ പ്രാപ്തിയുള്ളവരോ അല്ല. അവരും പഠിച്ചില്ല. പിന്നെ ഇത് ആരാ പഠിച്ചത്? ആരും പഠിച്ചില്ല. ഖുർആനിന്റെ തഫ്സീറുകൾ എഴുതിയപ്പോ, മലയാളത്തിൽ ഇതിന്റെ തഫ്സീറുകൾ എഴുതിയപ്പോ അതിനെ നിശ്ചിതമായി വിമർശിക്കുകയും അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ അതിനിശ്ചിതമായി അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, 17 തവണ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥമറിയാതെയാണ് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇനിയും അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ആളുകളും അങ്ങനെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഇതിനെന്ത് ന്യായം പറയാനുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പല ആവർത്തി ഇതെന്തിനായി ഇറങ്ങിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കിതാബ് അള്ളാഹ് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം ഉണ്ടാവില്ലേ? ഓതാൻ വേണ്ടി. എന്തിനാ ഒരു ഗ്രന്ഥം ഓതാൻ വേണ്ടി മാത്രമാണെങ്കിൽ? അങ്ങനെ ലോകത്ത് ഏതെങ്കിലും വേദഗ്രന്ഥം വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം അങ്ങനെ അള്ളാഹ് അവതരിപ്പിക്കോ? ഇത് ഓതി പുണ്യം നേടിയാൽ മതി, ഓതിയാൽ പുണ്യം കിട്ടൂല എന്നൊന്നും ഈ പറഞ്ഞു നടത്തല്ല. അതല്ലല്ലോ. ഇത് ഹിദായത്തിന്റെ പുസ്തകമാണെന്ന് പറഞ്ഞാൽ, ഇത് മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിനകത്ത് എന്തോ ഇല്ലേ? ഹിദായത്തിന്റെ എന്തോ ഒരു സാധനം അതിനകത്ത് ഉണ്ടല്ലോ. വെളിച്ചത്തിന്റെ എന്തോ ഒരു സ്രോതസ് അതിനുള്ളിലുണ്ടല്ലോ. ആ സ്രോതസ് ആരാ പുറത്തെടുക്കേണ്ടത്? ഏതെങ്കിലും അമുസ്ലിം സഹോദരന്മാര് വരുമോ? അല്ലെങ്കിൽ അവര് വന്നോട്ടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇത് സ്വയം ഉരുക്കഴിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട സമൂഹം സ്വയം തന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ, മസലല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിന്റെ വാഹകരെ കുറിച്ച് പറഞ്ഞ അതേ തരത്തിൽ നമ്മൾ പെടും. തൗറാത്ത് വഹിക്കുകയും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്ത ആളുകൾ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിഭാഗത്തിൽ പെടരുത് സഹോദരന്മാരെ. അള്ളാഹിന്റെ കലാമ് പഠിക്കണം. കാരണം അവരാണ് അള്ളാഹുവിന്റെ ആളുകൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി അഹ്ലീന മിൻ ഖൽഖിഹി. അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന്റെ ചില ആളുകളുണ്ട്. അഹ്ലീൻ, അഹ്ലുല്ലാഹ്, അള്ളാന്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സഹാബത്ത് ചോദിച്ചു, ഖാല വമൻ ഹും യാ റസൂലല്ലാഹ്? ഖാലു വമൻ ഹും യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂൽ ആരാണ് അള്ളാന്റെ സ്പെഷ്യൽ ആളുകൾ? റസൂൽ പറഞ്ഞു, ഖാല അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഹും അഹ്ലുല്ലാഹി വ ഖാസതു, അവർ അള്ളാന്റെ പ്രത്യേകമായ ആളുകളാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. പരിശുദ്ധ ഖുർആനുമായി ഹൃദയത്തെ ബന്ധപ്പെടുത്തി നിർത്തുന്ന ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫദ്ൽ കിട്ടിയ ആളുകളാണ്. അത് മാത്രമല്ല, ഖുർആൻ പഠിച്ചവരെ, അത് നെഞ്ചേറ്റിയവരെ നരകം സ്പർശിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗകാനൽ ഖുർആനു ഫീ ഇഹാബിൻ മാ മസ്സത്തുൻ നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചർമ്മത്തിൽ അല്ല അവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടെങ്കിൽ മാ മസ്സത്തുൻ നാർ, അവനെ നരകം സ്പർശിക്കുകയില്ല. ഇതിന്റെ വിശദീകരണത്തിൽ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലൗകാനൽ ഖുർആനു ഫീ ഇഹാബിൻ, ഒരു മനുഷ്യന്റെ ചർമ്മത്തിൽ ഖുർആൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ യഗ്നി ഫീ ജിൽദിൻ ഔ ഫീ ഖൽബിൻ, അവന്റെ തൊലിയിലോ അവന്റെ ഹൃദയത്തിലോ ഖുർആൻ ഉണ്ട്. യുർജി ലിമനിൽ ഖുർആന മഹ്ഫൂദുൻ ഫീ ഖൽബിഹി, ഹൃദയത്തിൽ ഖുർആൻ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാ തമസ്സുഹു, അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഖുർആൻ പഠിക്കുന്നവരെയും അത് പഠിച്ചവരെയും ബഹുമാനിക്കുന്നത്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത്, അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമാണ്. അബൂ മൂസ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അള്ളാഹുവിനെ ആദരിക്കുന്നതിനെ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇക്റാമ ദി ശൈബ അൽ മുസ്ലിം, മുസ്ലിമായ വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ ബഹുമാനിക്കുക എന്നത്. വൃദ്ധന്മാരായ മുസ്ലിങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. വഹാമിനിൽ ഖുർആൻ, ഖുർആൻ ഹൃദയത്തിലുള്ള ആളെ ബഹുമാനിക്കലും അത് തന്നെയാണ്. വൈരിൽ വാലിഫിഹി വൽ ജാഫിയൻ, അതിൽ അതിര് കവിയാതെയും അകന്നു പോകാതെയും. രണ്ട് വിഭാഗം ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒന്ന്, ഖുർആൻ പഠിച്ചിട്ട് അങ്ങ് വല്ലാതെ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവരെ പെടൂല. വൽ ജാഫിയൻ, ഖുർആൻ പഠിച്ചിട്ട് അതിൽ നിന്ന് അകന്നു പോയ ആളുകൾ. ആള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ആ രംഗത്തൊന്നുമില്ല, ഇപ്പൊ വേറെ ഏതോ ലെവല്ല. ഈ ആളുകളല്ലാതെ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുഴുവൻ ആളുകളെയും ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമാണ്. മാത്രമല്ല അസൂയ വെക്കാൻ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് അസൂയ വെക്കാൻ അനുവാദം നൽകപ്പെട്ടത് രണ്ട് സംഗതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ മനുഷ്യന് അസൂയ അനുവദിച്ചിട്ടില്ല. ഒന്ന്, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, ഒരു മനുഷ്യനായ അയാളെ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു. യത്ലു ആനാ അല്ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ അതിങ്ങനെ പാരായണം ചെയ്ത് പടച്ചതമ്പുരാന് മുന്നിൽ ആ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്ക് അസൂയ വെക്കാൻ, പടച്ചോനെ ഞാൻ അങ്ങനെ ഒന്നായിരുന്നെങ്കിൽ. വറജുലുൻ ആതാഹുല്ലാഹു മാലൻ, രണ്ടാമത്തത് ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി ഫഹുവ യുഹ്ലികുഹു ഫിൽ ഹഖ്, സത്യത്തിന്റെ മാർഗത്തിൽ അതിങ്ങനെ ചെലവഴിക്കാം. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെയും ഉമർ ബിൻ ഖത്താബിന്റെയും ഒക്കെ മാർഗത്തിൽ നമ്മൾ കണ്ട ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് കിട്ടിയ ഒരു മനുഷ്യൻ അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കാണുമ്പോ നമുക്ക് ഹൃദയത്തിൽ അസൂയ എന്ന് പറഞ്ഞാൽ അയാൾ നശിക്കട്ടെ എന്നുള്ള അസൂയല്ല, പടച്ചവനെ എനിക്ക് അങ്ങനെ സദഖ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കതിനുള്ള സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മനുഷ്യന് അസൂയ വെക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് രണ്ട് സംഗതികൾ നമ്മൾ ചെയ്യണം. ഒന്ന്, നമ്മളത് പഠിക്കണം. വയസ്സും പ്രായം സമയം സൗകര്യം ഒന്നും അവിടെ വിഷയമല്ല. അള്ളാഹുവിന്റെ അടുക്കല് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയ റസൂലിനെ 63 വയസ്സ് വരെ നുബുവത്തിന്റെ ഭാഗമായി ഖുർആൻ അവതരിച്ച് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു റസൂലും അത് പകർത്തുകയും ചെയ്ത ഒരു സഹാബത്തിന്റെയും ചരിത്രമുള്ള നമ്മൾ എന്റെ 40, 50, 60 വയസ്സ് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഒരു ന്യായവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. അങ്ങനെ ഖുർആൻ പഠിച്ചുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ എത്തിയാൽ റസൂല് പഠിപ്പിച്ചു, നീ അവസാനം ഓതിയ ഒരു ആയത്തുണ്ടാവുമല്ലോ, നീ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആയത്ത്, ആ ആയത്തിന്റെ കൂടെ നീ സ്വർഗത്തിലായിരിക്കും, നിന്റെ സഹകാരി ആ ആയത്തായിരിക്കും. അള്ളാഹുവിന്റെ ആ ആയത്തിന്റെ കൂടെ നീ സ്വർഗത്തിലുണ്ടാകും, നിന്റെ അടിക്കുറിപ്പ് ആ ആയത്തായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തത്, നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ, തലമുറയായി ഇത് കൈമാറ്റം ചെയ്തു വരുന്ന ഒരു സ്വത്താണത്, ഒരു സമ്പത്താണ്. ഈ സമ്പത്ത് നമ്മളും ഉൾക്കൊള്ളണം, നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പം തന്നെയാണ്. ഒരു ആപ്തവാക്യമുണ്ട്, ചെറുപ്പത്തില് അള്ളാഹു ഈ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചാൽ റബ്ബിന്റെ കോപം നമുക്ക് മാറിക്കിട്ടുന്ന. നമുക്കറിയാം, ചെറുപ്പത്തിൽ എന്തെങ്കിലും പഠിപ്പിച്ചാൽ അത് കല്ലില് കൊത്തിവെച്ചതുപോലെയാണ്, അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. മക്കള് നമ്മുടെ സമൂഹത്തോളം വളരെ പ്രിയപ്പെട്ടവരാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ നന്നായിട്ട് ചെലവഴിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, കേരളത്തിലൊക്കെ ഉണ്ടായ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതര സമൂഹങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ മക്കൾ വളർന്നു. ലോകത്തിലെ എണ്ണം വെച്ച യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മളെ മക്കൾ പഠിക്കുകയാണ്.
ലോകത്ത് പണ്ടൊക്കെ നമ്മൾ സാധാരണ തമാശക്ക് പറയലുണ്ടല്ലോ, ചന്ദ്രനിൽ പോയാലും ഒരു മലയാളിയുടെ ചായക്കട ഉണ്ടാവും എന്ന് പറയും. ഇന്ന് അങ്ങനെയല്ല, മാറ്റി പറയാൻ. ലോകത്ത് എവിടെ ചെന്നാലും തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടാവും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന് ഇനി തിരിഞ്ഞു നോക്കണ്ട, അവർ എത്തേണ്ടിടത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കൂട്ടത്തിൽ ദീനിയായ വിദ്യാഭ്യാസത്തിന്റെ ഒരു സെൻസർ എടുത്താലോ, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലുള്ള ഒരു സെൻസസ് എടുത്താലോ, അതിന്റെ ഒരു കണക്കെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും നമുക്ക് പറയാം, ആ കാര്യത്തിൽ പലപ്പോഴും വളരെ വളരെ പരിതാപകരാണ്. അതുകൊണ്ട് മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. അവരെ ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ അള്ളാന്റെ വലിയൊരു സമ്പത്താണല്ലോ നമ്മളെ മക്കളും. അള്ളാഹു ഏറ്റവും വലിയ സമ്പത്തായിട്ട് പറഞ്ഞത് ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധിപൻ അള്ളാഹുവാൻ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദകൂർ, നിങ്ങളിൽ ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടികൾ അവൻ നൽകും, ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകും. ഇത് രണ്ടും ഹിബത്താണ് എന്നാണ് പറഞ്ഞത്. അള്ളാന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മക്കളാണ്. പക്ഷേ ഈ മക്കൾ നാളെ അള്ളാന്റെ മുമ്പിൽ വന്നിട്ട് നരകത്തിൽ ഒരു ചിത്രം പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ നരകത്തിലേക്ക് ഇടുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹിനോട് പറയും, എന്റെ മാതാപിതാക്കളെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരുന്ന റബ്ബേ. അവര് മുതുകുകളിൽ കയറി നിന്നിട്ടെങ്കിലും നരകത്തിന്റെ ചൂടിൽ നിന്ന് ഒരൽപ്പം ശമനം എനിക്ക് കിട്ടട്ടെ, കാരണം ഞാൻ ഇങ്ങനെ പഴിച്ചു പോകാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. ഇങ്ങനെ ഒരു പറച്ചിൽ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മൾ വളർത്തിയ നമ്മളെ മക്കള് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. അത് കേവലം ഒരു പറച്ചിലല്ല. അങ്ങനെ തന്നെ ഓരോ പിതാക്കന്മാരും മാതാക്കന്മാരും മക്കളെ വളർത്തുന്നത്. ആ അർത്ഥത്തിലുള്ള മക്കള് നമുക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അനുകൂലമല്ല പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ വരുന്നതിൽ പടച്ചു തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വലിയ സമ്മാനമാണെന്ന് പറഞ്ഞ അതേ മക്കളെ കുറിച്ച് അതേ ഖുർആൻ പറഞ്ഞല്ലോ, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് ഈ മക്കളും സമ്പത്തും വലിയൊരു ഫിത്നയും കൂടിയാണ്, പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അതുകൊണ്ട് മാതാപിതാക്കളുടെ ബാധ്യതയിൽ പെട്ടതാണ് മക്കളെ ഇൽമു പഠിപ്പിക്കുക, മതപരമായ ധാർമ്മികമായ ശിക്ഷണം കൂടി നൽകുക എന്ന്. ആ വിഷയത്തിൽ വളരെ പിന്നിലാണ് നമ്മളെ സമൂഹം. നിങ്ങൾ നോക്ക്, നമ്മളെ മക്കൾക്കൊക്കെ കിട്ടുന്ന മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? മദ്രസയിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ മദ്രസ എത്ര വരെ ഉണ്ട്? ചിലത് 5ാം ക്ലാസ് വരെ, ചിലത് 7ാം ക്ലാസ് വരെ. പിന്നെ 7ഉം കയറിയിട്ട് വല്ല മദ്രസയും പോകുന്നുണ്ടെങ്കിൽ 2ഓ 3ഓ കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ. നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മദ്രസ നിർത്തായിയാണ് 10ാം ക്ലാസ് വരെയൊക്കെയുള്ള മദ്രസ. ഇനി ഇതിന്റെ സിലബസുകളും നിർത്തും. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ മദ്രസകളിൽ മാത്രമാണ്. ഹദീസുകളുടെ അർത്ഥം പഠിപ്പിക്കുന്നതും കുറവാണ്. പിന്നെ ഫിഖ്ഹി മസ്അലകളും അതുപോലെയുള്ള കർമ്മശാസ്ത്രപരമായ മുആമലാത്തുകളാണ് പിന്നീട് പഠിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ മദ്രസയെ കുറ്റം പറയാനല്ല ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ വിഷയം വളരെ കുറഞ്ഞ ഇൽമേ അവിടുന്ന് കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്നതാകട്ടെ ഈ കുട്ടിക്ക് ബുദ്ധി ഉറക്കുമ്പോഴേക്ക് നിൽക്കും ചെയ്യും. സാധാരണ രീതിയിൽ ഒരു സംഗതി, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് 17-18 വയസ്സിലാണ്. ഈ സംഗതിയാണ് നമ്മൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടിക്ക് എന്താണെന്ന് അന്ന് തിരിഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെ തിരിണ കാലം ആകുമ്പോഴേക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ആകെ നട്ടം തിരിണ ഒരു അവസ്ഥയാണ്. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നല്ല. വൈവാഹിക ജീവിതത്തിൽ ഒരുപാട്, പ്രത്യേകിച്ചും നിങ്ങൾ നോക്ക്, മുസ്ലിം സമുദായത്തിൽ പ്രീ മെരിറ്റൽ കൗൺസിലുകൾ പോലുമില്ല, വളരെ കുറവാണ്. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരൊക്കെയോ ക്രിസ്ത്യൻ സമുദായത്തെ പോലെയുള്ള സമുദായങ്ങൾ പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബരംഗത്ത് ഒരുപാട് അറിയായ്മകളുടെ പ്രശ്നങ്ങളുണ്ട്, തിരിയായ്മകളുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം അതൊന്നും അവിടുന്ന് കിട്ടിയിട്ടില്ല, കിട്ടിയതൊന്നും അന്ന് തിരിഞ്ഞിട്ടില്ല. ഉസ്താദിനോട് ചോദിക്കും, ഇതെന്താ ഉസ്താദെ സാധനം, പറയാൻ പറ്റാത്തത് കൊണ്ട് ഉസ്താദ് പറയും, ഇപ്പൊ തൽക്കാലം അങ്ങനെയാണ് പഠിച്ചാൽ മതി, അത് പിന്നെ മനസ്സിലായിക്കോളും എന്ന് പറയും. കുട്ടിക്ക് അന്നും മനസ്സിലായില്ല, പിന്നെയും മനസ്സിലായില്ല. അപ്പൊ മതവിദ്യാഭ്യാസം പിന്നീട് നൽകുന്ന ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ഇല്ല. അത് +2 SLC ആകുമ്പോഴേക്ക് പിന്നാണ് നിർത്തി. SSLCക്ക് ശേഷം അവൻ ഡിഗ്രിക്ക് പോയി, പോസ്റ്റ് ഗ്രാജുവേഷന് പോയി, ഡോക്ടറേറ്റ് എടുത്തു, അതായി ഇതായി. പക്ഷെ അതൊക്കെ കിട്ടിയത് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമാണ്. മതപരമായ വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചില്ല. പരിശുദ്ധ ഖുർആൻ അവന്റെ കൂടെ സഞ്ചരിച്ചില്ല. അതിന്റെ പ്രശ്നം അവനുണ്ട്. അതുകൊണ്ട് ദീനിന്റെ വഴിയെ പരിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദൻ വലദൻ മിൻ നഹലി അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു നല്ല സംസ്കാരം ഒരു കുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു നല്ല സമ്മാനവും ഒരു മനുഷ്യനും അല്ലാഹു ഒരു ഭൂമിയിൽ ഇതുവരെ നൽകിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളും പഠിക്കണം, നമ്മളെ മക്കളെയും പഠിപ്പിക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ കെട്ട കാലമാണ്.
കെട്ട കാലമാണ്. ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മറുഭാഗത്ത് LGBTQ എന്നൊക്കെ പറഞ്ഞ് വല വീശി പിടിക്കാൻ ക്യാമ്പസുകളിൽ ബോർഡ് വെച്ച് കാത്തിരിക്കുകയാണ്. ആണും പെണ്ണും തമ്മിൽ മറ വേണ്ട, ലൈംഗികമായ സദാചാരത്തിന്റെ സീമകളെ തകർത്തെറിഞ്ഞ് കുത്തഴിഞ്ഞ ജീവിതം, ലഹരിയുടെ സിറിഞ്ചിന്റെ മാസ്മരികമായ മായാലോകത്തേക്ക് അവരെ നയിക്കാൻ ആളുകൾ ഇങ്ങനെ വലയെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെ കുട്ടിനാട് കൊണ്ടായി ആക്കിയാൽ മതി, ബാക്കി അവർ ചെയ്തോളും. പല കുട്ടികളും തിരിച്ചു വരുന്നത് സ്വബോധത്തോടു കൂടിയല്ല, പലപ്പോഴും വളരെ വേദനയോടുകൂടി നമ്മളത് കേൾക്കേണ്ടി കാണേണ്ടി വരികയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതി, എന്റെ കുട്ടിയായിട്ടുണ്ടാവില്ല, നാട്ടുകാരെ കുട്ടികൾ മൊത്തം ഉണ്ടാവും, പക്ഷെ എന്റെ കുട്ടി ഉണ്ടാവില്ല. എന്റെ കുട്ടീനെ പിന്നെ എപ്പോഴാ കാണുന്നതെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുമ്പോഴാ, നിങ്ങളെ കുട്ടി ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ടോ, ഒന്ന് ഇവിടെ വരണം, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് കാലം അത്രമേൽ മോശമാണ്. ഈ കെട്ട കാലത്ത് നമ്മുടെ ബാധ്യത ഈ വെളിച്ചത്തിലേക്ക്, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവരെ സഞ്ചരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ട എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അത് നമ്മൾ ചെയ്യണം. ആ മാർഗത്തിൽ അവരെ മുന്നിൽ നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അടുത്ത തലമുറ ഖുർആൻ പഠിച്ചവരുടെ തലമുറയായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഖുർആൻ അറിയാത്ത, നേരത്തെ പറഞ്ഞ പോലെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത ഒരു വിഭാഗമായി അവർ മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.